ഒരു സ്വലാത്ത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അത് സ്വലാത്ത് മാത്രമല്ല, അള്ളാഹുവിൻ്റെ 99 പേരുകളിൽ അതിശ്രേഷ്ഠമായ പേരാകുന്ന ഇസ്മുൽ അഅലം കൂടി ചേർത്തിട്ടുള്ള ഒരു സ്വലാത്താണ്. ആ സ്വലാത്തിൻ്റെ പേര് തന്നെ ഇസ്മുൽ അഅലം സ്വലാത്ത് എന്നാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇത് പറഞ്ഞാൽ കിട്ടുന്ന കൂലി എന്താണ്? എന്താണ് ഇത് പറഞ്ഞാലുള്ള നേട്ടം? ഇതെപ്പോഴാണ് പറയേണ്ടത്? എങ്ങനെയാണ് പറയേണ്ടത്? 5 കാര്യങ്ങൾ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഐഷ ബീവി റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, എനിക്ക് ദുആ ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ഞാൻ പറയേണ്ടത്? എനിക്കൊരു കാര്യം പറഞ്ഞു തരുമോ? അത് പറഞ്ഞിട്ട് ഞാൻ ദുആ ചെയ്താൽ അള്ളാഹു എൻ്റെ ദുആ സ്വീകരിക്കുമല്ലോ. അപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തൊരു വാക്കുണ്ട്. ആ സമയത്ത് ഒരു മനുഷ്യൻ ഈ വാക്ക് പറഞ്ഞിട്ടാണ് ദുആ ചെയ്യുന്നതെങ്കിൽ അവൻ്റെ ദുആ അള്ളാഹു സ്വീകരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, കരുണാവാരിധിയായ പടച്ച തമ്പുരാൻ അവൻ്റെ വലിയ റഹ്മത്ത് കൊണ്ട്, അവൻ്റെ വലിയ കാരുണ്യം കൊണ്ട്, ഫളല് കൊണ്ട് നമ്മൾ ചെയ്ത അമലുകളിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ, മനുഷ്യനാണല്ലോ, തെറ്റുകളും പോരായ്മകളും ഉണ്ടാവാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കരുണാവാരിധിയായ പടച്ചവൻ അതെല്ലാം നമുക്ക് പുറത്തു നൽകി നമ്മൾ ചെയ്ത മുഴുവൻ അമലുകളും അല്ലാഹു തആല പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അത്രമാത്രം ഒരുപാട് ശ്രേഷ്ഠതകൾ ഉള്ള ദിനങ്ങളാണ് അത്. ഇൻഷാ അല്ലാഹ് നമ്മൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് ഇബാദത്തുകൾ കൊണ്ട് നമ്മൾ വളരെയധികം എടുക്കുക എന്നുള്ള ചിന്തയായിരിക്കണം ഓരോ മുഅ്മിനായ മനുഷ്യനും ഉണ്ടാവേണ്ടത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമുക്കറിയാം, ഒരു പുണ്യമായ കർമ്മമാണ് സ്വലാത്ത് എന്നുള്ളത്. അപ്പോൾ സ്വലാത്ത് നമ്മൾ സാധാരണ ചൊല്ലാറുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വെറൈറ്റിയായി ഒരു സ്വലാത്ത് പഠിക്കാൻ പോവുകയാണ്. ഏതാണ് ആ സ്വലാത്ത് എന്നറിയോ? ഇസ്മുൽ അഅലം സ്വലാത്ത്. ഇസ്മുൽ അഅലം സ്വലാത്ത്. അതെന്തൊട്ട് സ്വലാത്താവും? ഞങ്ങൾ ആദ്യമായി കേൾക്കുന്നതാണല്ലോ. നിങ്ങൾ ഒരുപക്ഷെ ആദ്യമായി കേൾക്കുന്നതാണെങ്കിലും ഇതൊക്കെ നമുക്ക് പണ്ഡിതന്മാരായ ആളുകൾ അവരുടെ കിതാബുകളിൽ നമുക്ക് പഠിപ്പിച്ച് നൽകിയതാണ്, എഴുതി വെച്ചതാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇസ്മുൽ അഅലം സ്വലാത്താണ്. അതായത് അള്ളാഹുവിൻ്റെ 99 പേരുകൾ, അതിനാണല്ലോ അസ്മാഉൽ ഹുസ്ന എന്ന് പറയുക. ആ അസ്മാഉൽ ഹുസ്നയിൽ ചില പേരുകൾ അത് ഇസ്മുൽ അഅലമാണ്, വണ്ണമുള്ള പേരുകളാണ്. അതായത് അള്ളാഹുലേക്ക് ഏറ്റവും അടുത്ത പേരുകളാണ്, വലിയ മഹത്വമുള്ള പേര്. ആ പേര് ഒരാൾ പറഞ്ഞിട്ട് ദുആ ചെയ്താൽ അവൻ്റെ ദുആ മസ്റ്റാണ്, അള്ളാഹു സ്വീകരിക്കും. അതോടൊപ്പം തന്നെ ഒരു സ്വലാത്ത് കൂടി നമ്മൾ ആഡ് ചെയ്താൽ അൽഹംദുലില്ലാഹ് വലിയ റാഹത്താണ്. അത് പറഞ്ഞിട്ട് ദുആ ചെയ്താൽ പിന്നെ ആ ദുആ മടക്കേണ്ടി വരില്ല. നമ്മൾ ഈ ഇസ്മുൽ അഅലം പറഞ്ഞിട്ട് ഒരു കാര്യത്തിന് വേണ്ടി ദുആ ചെയ്താൽ നമ്മുടെ മനസ്സ് പോലെ ഇരിക്കും കേട്ടോ. വെറുതെ ഇത് പറഞ്ഞിട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ ഒരു ഈമാൻ ഇല്ലാതെ ഇഖ്ലാസ് ഇല്ലാതെ ദുആ ചെയ്താൽ ആ ദുആ സ്വീകരിക്കില്ല. നമ്മൾ നല്ല ആവേശത്തോടു കൂടി, നല്ല ആഗ്രഹത്തോടു കൂടി, അള്ളാഹു എനിക്ക് ഇതിന് ഉത്തരം തരും എന്ന നല്ല നിയ്യത്തോടു കൂടി, ബോധ്യത്തോടു കൂടി ഇൻഷാ അല്ലാഹ് ഈ ഇസ്മുൽ അഅലം പറഞ്ഞ് ഇസ്മുൽ അഅലം സ്വലാത്ത് പറഞ്ഞിട്ട് നമ്മൾ ദുആ ഇറക്കണം. ഇത് പറഞ്ഞാൽ പല ആളുകളും കമൻറ്റിലൂടെ ഒരുപാട് ഉമ്മമാർ ചോദിച്ചു, ഉസ്താദെ ഇങ്ങനെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് മുമ്പ് ഇസ്മുൽ അഅലം സ്വലാത്ത് എന്ന്, അത് ഏത് സ്വലാത്താണ്, ഞങ്ങൾ മറന്നുപോയി, ഉസ്താദ് അറിയാമെങ്കിലും ഒന്ന് പറഞ്ഞു തരണം എന്ന് ചില ഉമ്മമാർ, സഹോദരങ്ങൾ കമൻറ്റായി എഴുതിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഷാ അല്ലാഹ് അതിനെപ്പറ്റി പറയുകയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, അള്ളാഹുവിന് 99 പേരുകളുണ്ട്. ഖുർആനിൽ കാണാം, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ 99 പേരുകൾ, അള്ളാഹുവിൻ്റെ പേരുകൾ അല്ലേ, മഹത്തരമായ പേരുകൾ, അത് പറഞ്ഞിട്ട് നിങ്ങൾ ദുആ ചെയ്യും, അള്ളാഹു നിങ്ങളുടെ ദുആ സ്വീകരിക്കും. അപ്പോൾ നമുക്ക് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരൊറ്റ ഹദീസിലൂടെ ഈ അസ്മാഉൽ ഹുസ്നയൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹുവിൻ്റെ 99 പേരുകൾ, നൂറുൽ ഈമാൻ എന്നൊക്കെ ഇതിന് പേര് പറയാറുണ്ട്. നൂറുൽ ഈമാൻ, അള്ളാഹുവിൻ്റെ 99 പേരുകൾക്ക് നൂറുൽ ഈമാൻ എന്നും ചില ആളുകൾ പറയാറുണ്ട്. ആയിക്കോട്ടെ, അള്ളാഹുവിന് 99 പേര് മാത്രമല്ല 1000-ലധികം പേരുണ്ടെന്നാണ്. അള്ളാഹുവിന് 1000-ലധികം പേരുണ്ട്. ആ 1000-ലധികം പേരുകളിൽ നിന്നാണ് ഏറ്റവും ഉത്കൃഷ്ടമായ അസ്മാഉൽ ഹുസ്ന, ഉത്കൃഷ്ടമായ അള്ളാഹുവിൻ്റെ നാമങ്ങൾ 99 മഹത്തുക്കളായ ആളുകൾ തിരഞ്ഞെടുത്ത് അള്ളാഹിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ആ 99 പേരിൽ വളരെ ശ്രേഷ്ഠതയുള്ള ഒരു ഇസ്മുകളുണ്ട്. അത് ഏത് ഇസ്മാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അസ്മാഉൽ ഹുസ്നയിൽ ഇസ്മുൽ അഅലം വണ്ണമായ, അതായത് വലിയ മഹത്തരമായ പേര് ഏതാണെന്ന് നമുക്ക് ഇതുവരെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ചില സൂചനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ
ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഇങ്ങനെ ദുആ ചെയ്യുന്നതിന് മുമ്പ് നബിയോട് ചോദിച്ചു, നബിയെ, ഞാൻ ചെയ്യുന്ന ദുആയൊക്കെ സ്വീകരിക്കപ്പെടാൻ എന്താണ് മാർഗം? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ, അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മുൽ ആളം പറഞ്ഞിട്ട് നീ ദുആരക്ക്, അള്ളാഹു നിൻ്റെ ദുആ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, നബിയെ, ഇസ്മുൽ ആളം ഏതാണ്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് ചില ഇസ്മുകൾ പറഞ്ഞു കൊടുത്തു. ഇസ്മുൽ ആളം ആവാൻ സാധ്യതയുള്ള ചില പേരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നാണ്. എന്നിട്ട് നിന്റെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ഇസ്മ, അതായത് നബി തങ്ങൾ പറഞ്ഞു ഇങ്ങനെയാണ്, ആയിഷ, നിന്റെ മനസ്സിൽ ആദ്യം വരുന്ന പേര്, അള്ളാഹുവിൻ്റെ 99 പേരുകളിൽ നിന്റെ മനസ്സിൽ ആദ്യം വരുന്ന പേര് ഏതാണോ അത് നീ ആദ്യം പറഞ്ഞിട്ട് വേണം ദുആരക്കാൻ. ഇപ്പം നമ്മുടെ മനസ്സിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെയൊക്കെ മനസ്സിൽ അള്ളാഹുവിൻ്റെ ഏത് ഇസ്മാണ് ആദ്യം വരിക? ചില ആളുകൾ പറയും, ഉസ്താദേ, അത് യാ റഹ്മാൻ യാ അല്ലാ, യാ റഹ്മാനു യാ അല്ലാ. ചിലർ പറയും യാ റഹീമു യാ അല്ലാ. ചിലർ പറയും യാ ലത്തീഫു യാ അല്ലാ. ചിലർ പറയും യാ അഹദു യാ അല്ലാ, അല്ലെങ്കിൽ യാ ഫത്താഹു യാ അല്ലാ. അപ്പം നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന, ആദ്യം അള്ളാഹിൻ്റെ പേരെന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓടി വരുന്ന പേര്, അത് നമ്മൾ ആദ്യം പറഞ്ഞിട്ട് ദ്വാരക്കണം. ഇപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് യാ ലത്തീഫ് യാ അല്ലാ, യാ ലത്തീഫ് യാ അല്ലാഹ്, അള്ളാഹുവേ പടച്ചവനെ ലത്തീഫായ റബ്ബേ. അല്ലെങ്കിൽ യാ സ്വമദു യാ അല്ലാ എന്നാണെങ്കിൽ, അല്ലെങ്കിൽ യാ ഹയ്യു യാ ഖയ്യൂം, അതൊക്കെ അള്ളാഹിൻ്റെ പേരാണ്. യാ ഹയ്യു യാ ഖയ്യൂം, അള്ളാഹുവേ പടച്ചവനെ ഉന്നതനായ റബ്ബേ, ഹയ്യൂമായ ഖയ്യൂമായ അള്ളാഹ്. അപ്പം നമ്മുടെ മനസ്സിൽ ആദ്യം ഏത് പേരാണോ വരുന്നത് ആ പേര് ആദ്യം പറഞ്ഞിട്ട് ദുആരക്കണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ലികുല്ലി ഇസ്മിൻ ഹുവ ലക്. അത് വല്ലാത്തൊരു ദുആയ നബി തങ്ങൾ ആയിഷ ബീവിക്ക് പറഞ്ഞു കൊടുക്കുന്നു, ആയിഷ, നിന്റെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു ഇസ്മു പറയണം. എന്നിട്ടോ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ലികുല്ലി ഇസ്മിൻ ഹുവ ലക്, അല്ലാഹുവേ, ഈ പറയപ്പെട്ട ഇസ്മുകളിൽ മുഴുവൻ ഇസ്മുകളും നിനക്കുള്ളതാണ്. അല്ലാഹുവേ, എൻ്റെ ആവശ്യങ്ങൾ നീ നിറവേറ്റി തരണം, എൻ്റെ പ്രയാസങ്ങൾ നീ മാറ്റിത്തരണം, അല്ലെ, എൻ്റെ പ്രശ്നങ്ങൾ നീ മാറ്റിത്തരണം, എൻ്റെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ നീ ഹാസുലാക്കി തരണം. അപ്പോൾ ചില ആളുകൾ യാ ലത്തീഫ് യാ അല്ലാ എന്ന് പറയാറുണ്ട്, ചില ആളുകൾ യാദൽ ജലാലി വല്ലിക്രാം എന്ന് പറയാറുണ്ട്, ചില ആളുകൾ യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഏതാണെങ്കിലും കുഴപ്പമില്ല, ഇൻഷാ അല്ലാ. അള്ളാഹുവേ, നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന പേര് ഏതാണോ അതായിരിക്കും ഒരുപക്ഷെ ഇസ്മുൽ ആളം. ഇതൊക്കെ മഹാന്മാരായ ആളുകളുടെ അഭിപ്രായങ്ങളാണ്. നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന പേര് ഏതാണോ അള്ളാഹുവിൻ്റെ, അതായിരിക്കും ഇസ്മുൽ ആളം. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന പേര് പറയുക. അതല്ലാതെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല സ്വഹാബിമാർക്കും ചില പേരുകൾ പറഞ്ഞു കൊടുത്തു. അതിൽപ്പെട്ടതാണ് യാ ലത്തീഫ് യാ അല്ലാ എന്നുള്ളത്, യാ ഫത്താഹു യാ അല്ലാ എന്നുള്ളത്, അതുപോലെ തന്നെ യാ റഹ്മാനു യാ അല്ലാ എന്നുള്ളത്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഇസ്മുൽ ആളമാവാൻ സാധ്യതയുള്ള ചില പേരുകളാണ്. ഇനി മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് ഇസ്മുൽ ആളം സ്വലാത്ത് പഠിപ്പിക്കുന്നു. സ്വലാത്ത് പറഞ്ഞിട്ട് ദ്വാരെന്നാൽ അൽഹംദുലില്ലാ, അത് പിന്നെ തട്ടിക്കളയും, നമുക്കൊരു യാതൊരു ഒരു മനക്ലേശവും വേണ്ട, അത് തട്ടിക്കളയൂല, പടച്ചവൻ സ്വീകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ അവൻ ദുആ ചെയ്യുകയാണ്, ദുആ ചെയ്യുന്നു. ആ ദുആ ചെയ്യുന്ന സമയത്ത് ആ ദുആക്ക് മുമ്പ് അവൻ ഒരു വാക്ക് പറഞ്ഞിട്ട് ദുആ ചെയ്താൽ അള്ളാഹു അവൻ്റെ ദുആ സ്വീകരിക്കും. പിന്നീട് ആ ദുആ അവനിക്ക് മടക്കേണ്ടി വരില്ല. അപ്പോൾ ആ അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ ഒരു ദുആ, ആ ദുആയിൽ എന്തുണ്ട്? അള്ളാഹുവിൻ്റെ പേരുകളുണ്ട്, അള്ളാഹുവിൻ്റെ ഇസ്മുകളുണ്ട്. ആ ഇസ്മുകൾ ഇസ്മുൽ ആളമാണെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. എന്നിട്ട് ആ ഒരു ദുആ നമ്മൾ പറയുന്നതിന് മുമ്പ് ഒരു സ്വലാത്ത് കൂടി അതിൽ ചേർത്താൽ അപ്പോൾ എന്തായി? അത് ഇസ്മുൽ ആളം സ്വലാത്ത് ആയി മാറി. അപ്പോൾ ഏതാണെന്ന് നോക്കാം. ആദ്യം തന്നെ സ്വലാത്ത് പറയുക, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഇത് സ്വലാത്തായി. ഇനി ഇസ്മുൽ ആലമിലേക്ക് നമ്മൾ കിടക്കുന്നു. ഇസ്മുൽ ആലം ദുആയിലേക്ക്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്നി അശ്ഹദു അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത അഹദുസ് സ്വമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇതാണ് ഇസ്മുൽ ആളം സ്വലാത്ത്. ഒന്നുകൂടി പറഞ്ഞു തരാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്നി അശ്ഹദു അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത അഹദുസ് സ്വമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്.
ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്നി അശ്ഹദു അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത لا إله إلا أنت أحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. അർത്ഥം നോക്കിയാലോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും നീ ഗുണവും രക്ഷയും സമാധാനവും ഏറ്റി കൊടുക്കണേ അല്ലാ. അതാണ് ആ സ്വലാത്തിന്റെ അർത്ഥം. അത് കഴിഞ്ഞ് നമ്മൾ പറയുന്നത് അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, ബി അന്നി, നിശ്ചയമായി ഞാൻ, അശ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അന്നക, നിശ്ചയമായും നീ, അൻതല്ലാഹ്, നീയാണ് റബ്ബേ എൻ്റെ രക്ഷിതാവ്, നീയാണ് എൻ്റെ പരിപാലകൻ, ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല അല്ലാ, അഹദുസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുവേ, നീ ഏകനാണ് മാത്രമല്ല എല്ലാ സൃഷ്ടികളും അല്ലാഹുവേ നിന്നിലേക്കാണ് ആവശ്യക്കാരായിട്ടുള്ളത്. എല്ലാ സൃഷ്ടികളും നിന്നിലേക്കാണ് ആവശ്യക്കാർ. നീ ആരിലേക്കും ആവശ്യക്കാരനല്ല. മാത്രമല്ല നീ പ്രസവിക്കപ്പെട്ടവനല്ല, നീ ആരെയും പ്രസവിച്ചിട്ടുമില്ല. അതുപോലെ തന്നെ അല്ലാഹുവേ, നിന്നെപ്പോലെ വേറെ ഒരു സൃഷ്ടിയുമില്ല അല്ലാ എന്ന് ഏകദേശം അർത്ഥം വരുന്ന ഇസ്മുൽ അഅ്ലം സ്വലാത്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നു മുതൽ കഴിയുന്നത് പോലെ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ദിവസം പറയാൻ ശ്രമിക്കണേ. ഏതാണ് ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്നി അശ്ഹദു അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത അഹദുസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇതാണ് ഇസ്മുൽ ആലം സ്വലാത്ത്. ഇത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം ഒരുപാട് നേട്ടങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ കാണാം, ഒരാൾ അസ്മാഉൽ ഹുസ്ന അള്ളാഹുവിൻ്റെ 99 പേരുകളോ അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു പേരുകളോ പറഞ്ഞിട്ട് ദുആ ചെയ്താൽ അള്ളാഹു അവൻ്റെ ദുആ സ്വീകരിക്കും. അള്ളാഹു അവൻ്റെ അമലുകൾ നമ്മൾ നിസ്കാരം നോമ്പൊക്കെ സ്വീകരിക്കും. പിന്നെയോ ഒരുപാട് പ്രയാസ പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ പല ആളുകളും കടന്നു പോകുന്നത്. അതൊക്കെ അള്ളാഹു മാറ്റിത്തരുന്നതാണ്. എത്രയോ ആളുകളാണ് ക്യാൻസർ രോഗമായി പ്രയാസപ്പെടുന്നത്. ലെൻസിന് ക്യാൻസർ ഉള്ള ആളുകൾ, കിഡ്നിക്ക് പ്രോബ്ലം ഉള്ള ആളുകൾ, അതുപോലെ തന്നെ ഒരുപാട് ബ്ലഡിൽ ക്യാൻസർ ഉള്ള ആളുകൾ, എത്രയോ പ്രയാസപ്പെടുന്നവർ, അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു തആല മാറ്റി കൊടുക്കും. ഈ ഇസ്മുൽ അഅ്ലം സ്വലാത്ത് മുറുകെ പിടിക്കണേ. പിന്നെയോ ജോലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ളവരുണ്ട്. ജോലി ശരിയാകുന്നില്ല, അല്ലെങ്കിൽ വീട് പണി പൂർത്തിയായിട്ടില്ല, ഇങ്ങനെ ഒരുപാട് നീറുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പരിഹാരമാണ് ഈ ഇസ്മുൽ ആലം സ്വലാത്ത്. ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഒരു 7 ദിവസം തുടർച്ചയായിട്ട് ഇത് പറഞ്ഞ് ഒരു 3 പ്രാവശ്യം വീതം പറഞ്ഞിട്ട് നിങ്ങൾ ദുആ ചെയ്ത് നോക്ക്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലാഹു സഫലീകരിച്ച് തരും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ 2 വലിയ സ്വർണ്ണക്കട്ടകളാണ് നമുക്ക് കിട്ടിയത്. അതായത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേരിലുള്ള സ്വലാത്ത്, അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ 99 പേരുകളിലുള്ള അതിശ്രേഷ്ഠമായ പേരാകുന്ന ഇസ്മുൽ ആലം. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നമ്മൾ പറയുന്നതാണ്. അപ്പോൾ സ്വലാത്തും ഇതിലുണ്ട്, പ്ലസ് എന്തുണ്ട്, അള്ളാഹുവിൻ്റെ 99 പേരുകളിലെ അതിശ്രേഷ്ഠമായ ഇസ്മുൽ ആലമും കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ദിക്ർ, ഈ ഒരു ദുആ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതാണ് അസ്മാഉൽ ഹുസ്ന സ്വലാത്തെന്നോ അല്ലെങ്കിൽ ഇസ്മുൽ ആലം സ്വലാത്തെന്നോ നമുക്ക് പറയാം. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സ്വമദ്, അഹദ്, അല്ലാഹ് എന്നുള്ള അള്ളാഹുവിൻ്റെ പേരുകളാണ്. അള്ളാഹുവിൻ്റെ പേരുകളിൽ അഹദ് എന്നുള്ള പേര്, അതുപോലെ അല്ലാഹ് എന്നുള്ള പേര്, അതുപോലെ സ്വമദ് എന്നുള്ള പേര്, അതൊക്കെ ഇസ്മുൽ ആവാൻ സാധ്യതയുള്ള പേരുകളാണ്. പിന്നെ പറഞ്ഞല്ലോ ആയിഷ ബീവിയോട്, ആയിഷ നിന്റെ മനസ്സിൽ ആദ്യം അള്ളാഹിൻ്റെ പേര് ഏതാണോ വരുന്നത് അത് നീ പറഞ്ഞിട്ട് ദ്വാരക്കിൻ. അപ്പോൾ അത് ഒരുപക്ഷെ ഇസ്മുൽ ആലം ആവാം. ഇങ്ങനെ ഒരുപാട് അടയാളങ്ങൾ ഇസ്മുൽ ആലമിന് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നമ്മൾ പതിവാക്കണേ. ഇസ്മുൽ ആലം സ്വലാത്ത് അതിശ്രേഷ്ഠമായ സ്വലാത്താണ്. അതിൻ്റെ അർത്ഥം പറഞ്ഞു. അതെപ്പോഴാണ്? ഒരു ദിവസം ഏത് സമയത്ത് നമുക്ക് പറയാം, എത്ര പ്രാവശ്യം വേണമെങ്കിലും പറയാം. ഒരു 7 ദിവസം 3 പ്രാവശ്യം തുടർച്ചയായിട്ട് പറഞ്ഞു ദുആ നോക്ക്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ദുആ സ്വീകരിക്കും. അതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ വല പോലെയുള്ള പ്രശ്നങ്ങൾ മഞ്ഞുപോലെ ഉരുകിപ്പോവാനുള്ള വമ്പൻ സ്വലാത്താണിത്. അതുപോലെ തന്നെ അസ്മാഉൽ ഹുസ്നയുടെ ദുആയാണ്. ഇത് ചേർത്ത് ഇൻഷാ അല്ലാഹ് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നിത്യമായി പറയാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതൊരു പേപ്പറിലേക്ക് എഴുതിയെടുക്കാം.
ഇത് നമുക്ക് പെട്ടെന്ന് ഒരുപക്ഷെ കാണാതെ പഠിച്ച് പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ അതൊരു പേരും പേപ്പറും എടുത്തൊരു ബുക്കിൽ എഴുതി വെക്കും. നിങ്ങൾക്കൊരു ബുക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളെ ഈ ദിക്റും സ്വലാത്തൊക്കെ പറയുന്ന സമയത്ത് എഴുതി വെക്കാൻ ഒരു ബുക്ക് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ബുക്കിൽ എഴുതി വെക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തിയാൽ അൽഹംദുലില്ലാഹ് അത് വായിക്കുന്ന മറ്റുള്ളവർക്ക് കൂടി അതൊരു ഉത്സാഹമായിരിക്കും. അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ മനസ്സിൽ ഏത് ഇസ്മാണ് ആദ്യം വരുന്നത് അതൊന്ന് കമൻ്റായിട്ട് എഴുതണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ആരൊക്കെയാണ് ഈ അർഷദ് ബദർ ഒഫീഷ്യൽ എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്, അതിനകത്ത് ഇൻഷാ അല്ലാഹ് ദിക്റും സ്വലാത്തൊക്കെ എഴുതി വെക്കുന്ന എത്ര ഉമ്മമാരുണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായി എഴുതിയാൽ അൽഹംദുലില്ലാഹ് അതുപോലെ വലിയ റാഹത്താണ്. അല്ലാഹു തആല നമ്മുടെ ഈ സ്നേഹബന്ധം നാളെ സ്വർഗ്ഗത്തിലും നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഒരുപാട് പ്രശ്നങ്ങളിൽ, കുടുംബങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഭർത്താവ് പിണങ്ങിപ്പോയി അല്ലെങ്കിൽ ഭാര്യ പിണങ്ങിപ്പോയി, മക്കൾ മിണ്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നത്തിലാണ്. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ചെയ്യുന്ന ചെയ്ത അമലുകൾ അതൊക്കെ സ്വീകരിക്കണമെങ്കിൽ നമ്മളുടെ പിണക്കങ്ങൾ മാറ്റണമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ആ പിണക്കങ്ങളൊക്കെ ഉള്ള ആളുകൾ മാറ്റിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. ഇസ്മുൽ ആലം സ്വലാത്തിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് നിത്യമായി പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല ആരോഗ്യത്തോടെ ആഫിയത്തോടു കൂടി ജീവിക്കാനും ഒരുപാട് നന്മകൾ ചെയ്യാനും പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഒരുപാട് പേര് ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്, കമൻറ്റിലൂടെയും അല്ലാതെയും ഒക്കെ. അള്ളാഹു എല്ലാവരുടെയും മനസ്സറിയുന്നവനാണ്. എല്ലാ പ്രയാസ പ്രശ്നങ്ങൾ ദുരിതങ്ങൾ സങ്കടങ്ങൾ മാറ്റിക്കൊടുക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അള്ളാഹു നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.